സോയ ചങ്ക്സ് ഡ്രൈ ഫ്രൈയുടെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് 100 ഗ്രാം സോയ നന്നായി കഴുകി വെച്ചിരിക്കുന്നതാണ്. 2 സവോള, 3 അല്ലി വെളുത്തുള്ളി, ഇഞ്ചി, തക്കാളി, ആവശ്യത്തിന് കറിവേപ്പില, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക്, ഗ്രാമ്പു, കറുവപ്പട്ട, ആവശ്യത്തിന് ഉപ്പ്, വെളിച്ചെണ്ണ. ഇത് ചൂടുവെള്ളത്തിൽ നന്നായിട്ട് ഉപ്പിട്ട് തിളപ്പിച്ച വെള്ളത്തിലേക്ക് സോയ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. നന്നായി തണുത്തതിന് ശേഷം അതൊന്ന് പിഴിഞ്ഞ് മറ്റൊരു ബൗളിലേക്ക് മാറ്റാം. ഈ സോയ ഞാൻ രണ്ടായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. കുറച്ചുകൂടി വലിയ സൈസ് സോയ ആണെങ്കിൽ 3 4 ആയിട്ട് നമുക്ക് കട്ട് ചെയ്യാം. മസാല എല്ലാം കൂടി പൊടിച്ചതാണ്. അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഈ പാൻ ചൂടായി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി ഇവ ചേർക്കാം. ഇഞ്ചി വെളുത്തുള്ളി നന്നായി മൂത്ത് അതിൻ്റെ പച്ചമണമൊക്കെ മാറി വരണം. എന്നിട്ട് അതിലേക്ക് സവോള ചേർക്കാം, ഉപ്പ് ചേർക്കാം. എഡിറ്റ് ചെയ്തപ്പോൾ വന്നൊരു മിസ്റ്റേക്കാണിത്. നന്നായി ഇളക്കി വഴറ്റിയെടുക്കാം. ബ്രൗൺ നിറമാകുന്നത് വരെ വഴറ്റണം. മീഡിയം ഫ്ലെയിമിൽ വെക്കണം എപ്പോഴും. അതിലേക്ക് പൊടികളെല്ലാം ഓരോന്നായി ചേർത്ത് കൊടുക്കാം. പൊടികൾ ചേർക്കുമ്പോൾ എപ്പോഴും ലോ ഫ്ലെയിമിൽ വെക്കണം. പൊടികളെല്ലാം നന്നായി ഇളക്കി നന്നായി മൂപ്പിച്ചെടുക്കാം. നന്നായി മൂത്ത് വരുന്നവരെ ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി വഴറ്റി കൊടുക്കാം. തക്കാളിയുടെ പച്ച മണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിലേക്ക് നേരത്തെ അരച്ച് വെച്ച മസാല ചേർത്ത് കൊടുക്കാം. ഇതിനകത്ത് കുരുമുളക് ഞാൻ 1/2 ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. എരിവ് കുറച്ച് മതി. ഇവിടെ മോൾക്ക് കുറച്ച് എരിവ് മതി, അതുകൊണ്ടാണ് 1/2 ടേബിൾ സ്പൂൺ എടുത്തത്. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് കുരുമുളക് കൂട്ടാം. നന്നായി യോജിപ്പിച്ച് കൊടുക്കാം. എന്നിട്ട് അത് അടച്ച് ഒരു 5 മിനിറ്റ് വെച്ച് വേവിക്കാം. അതിനുശേഷം ഒന്ന് നന്നായി ഇളക്കാം. ഇപ്പം പൊടികളെല്ലാം നന്നായി മിക്സ് ആയിട്ടുണ്ട്. അതിലേക്ക് സോയ ചങ്ക്സ് ചേർത്ത് കൊടുക്കാം.
നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം ഒരു 6-7 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കാം. ഫ്ലെയിം എപ്പോഴും ശ്രദ്ധിക്കണം. ഫ്ലെയിം ലോ ടു മീഡിയത്തിൽ വെക്കണം. എന്നിട്ട് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്നുകൂടി മൊരിയണം എന്നുണ്ടെങ്കിൽ ഡ്രൈ ആക്കി എടുക്കണം. കുറച്ചുകൂടി വെളിച്ചെണ്ണ വേണം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് അല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. അപ്പോൾ ഏകദേശം നമ്മുടെ സോയ ചങ്ക്സ് റെഡിയായി. കറിവേപ്പിലയും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് വരുമ്പോഴത്തേക്കിനും പച്ചമണമൊക്കെ ഒന്ന് മാറി വേണമെങ്കിൽ അല്പം വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. നമുക്കൊന്നും കൂടി മൊരിഞ്ഞിരിക്കുന്ന ടൈപ്പ് വേണം എന്നാണെങ്കിൽ കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിക്കാം. ഞാനിപ്പോൾ അല്പം വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായി മിക്സ് ചെയ്ത് എടുക്കാം. അപ്പോൾ നമ്മുടെ സോയ ചങ്ക്സ് റെഡിയായി. താങ്ക് യു ഫോർ വാച്ചിങ്.